വർഷം 2009. ഞാൻ അന്ന് 9ാം ക്ലാസ്സിലാണ്. അന്ന് എൻ്റെ നാട്ടിലാണ് വിജയിൻ്റെ കാവലൻ എന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. അതായത് വരിക്കാശ്ശേരി മനയിലാണ്, ഒറ്റപ്പാലത്ത്. എൻ്റെ വീട് വന്നിട്ട് അവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഞാനന്ന് വലിയൊരു വിജയ് ഫാനാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ വിജയിനെ അടുത്ത് കാണാം, ഒരു ഫോട്ടോ എടുക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിജയിനെ കാണാൻ പോണത്. ഞങ്ങൾ 2 സുമോലായിട്ട് ഞങ്ങൾ 10 പിള്ളേരൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ചെയ്ത്. ആ നാട് മൊത്തം വിജയിനെ കാണാൻ ഇളകി വന്നിരിക്കുകയായിരുന്നു. 1.5 കിലോമീറ്റർ ബാക്കിലായിരുന്നു വിജയ് നിൽക്കണം അവിടെ ഞാൻ നിൽക്കുന്നത്. അത്രയും തടിച്ചു കൂടിയ ജനങ്ങളായിരുന്നു. എന്നിട്ട് വിജയ് ഷൂട്ടിൻ്റെ ഇടയിൽ വൈകുന്നേരം 5 മണിയായപ്പോൾ വെളിക്ക് വന്നിട്ടുണ്ടായിരുന്നു, വരിക്കാശ്ശേരിയുടെ ഫ്രണ്ടിലേക്ക്. ഒരു 5-6 ബോഡി ഗാർഡ്സും അവര് ആ ജനങ്ങളെല്ലാം തള്ളി മാറ്റാനുള്ള പോലീസുകാരും ഒക്കെ ആയിട്ട്. ഞാൻ ഇവിടെയാണെങ്കിൽ വിജയ് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വിജയ്. മീൻസ് അത്രയും ദൂരമായിരുന്നു. അതൊന്ന് കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അന്നൊരു ചുവന്ന ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വിജയ് വന്നത്. കൈ കാണിച്ചു, എങ്ങനെയൊക്കെയോ അടുത്തെത്തി. കുറച്ചും കൂടി ഒരു 500 മീറ്റർ അകലെന്ന് വിജയിനെ കണ്ടു. കഴിഞ്ഞു, വിജയ് ഉള്ളിലേക്ക് പോയി. അതാണ് ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ വിജയിനെ കാണുന്നത്. അന്ന് ഒരു 5 സിനിമയൊക്കെ വിജയിന്റെ പൊട്ടിയിട്ട് നിൽക്കണ ടൈമായിരുന്നു. എല്ലാം അവിടുന്ന് ചീത്തപ്പേരുകൾ മാത്രം. പോക്കിരി എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അഴകിയ തമിഴ്മകൻ, ആദി, കുരുവി, വില്ല്, വേട്ടക്കാരൻ, സുറ, ഇതെല്ലാം പൊട്ടി പാളീസായിട്ട് എല്ലാവരും ചീത്ത വാക്കുകൾ മാത്രം കേട്ടിരിക്കുന്ന സമയത്ത് വിജയ്ക്ക് ഇത്ര ആരാധകരുണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്ത ടൈമായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി വിജയിനെ കാണും, പക്ഷെ അന്നൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലാ വിജയ്. പക്ഷെ ആ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് വിജയ് എന്നേന്ന് എത്ര മാത്രം അകലെയാണ് എന്നത്. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്താ കാരണം എന്നൊന്നും അറിയില്ല.